ബിജെപി പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്നാരോപിച്ച് ബിജെപി നേതൃത്വത്തിൽ പുനലൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ടി.ബി. ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഡിവൈഎസ്പി ഓഫീസിൽ നിന്നും 200 മീറ്റർ അകലെ ചമ്മന്തൂർ ജംഗ്ഷൻ സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. ഉപരോധ സമരവും പ്രതിഷേധ മാർച്ചും ബിജെപി ദേശീയ സമിതി അംഗം എം.ടി. രമേശ് ഉദ്ഘാടനം ചെയ്തു. അവരെ നിരന്തരമായി പീഡിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം പരിശ്രമം അതിലൂടെ ബിജെപി പ്രവർത്തനത്തെ ഇല്ലാതാക്കാം എന്നുള്ള വ്യാമോഹത്തിന്റെ പേരിലാണെങ്കിൽ അതത്ര സുഖകരമായിരിക്കുകയില്ല എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പാർട്ടി പ്രവർത്തകന്മാരെ അറസ്റ്റ് ചെയ്ത് അവരുടെ പേരിൽ ജാമ്യമില്ല കുറ്റം ചുമത്തി ദീർഘകാലം അവരെ തടവിൽ വെക്കാൻ ആവശ്യമായിട്ടുള്ള വകുപ്പുകളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് പട്ടാഴി ഗ്രാമപഞ്ചായത്തിൽ നടന്ന കന്നിമേൽ ഗ്രാമസഭാ യോഗവുമായി ബന്ധപ്പെട്ട് ബിജെപി പ്രവർത്തകർക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചാർത്തി പോലീസ് കേസെടുത്തത് UDF ചട്ടുകമാണ് പോലീസ് എന്നതിന്റെ തെളിവാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് എം.ടി. രമേശ് ആരോപിച്ചു. എക്കാലവും UDF ഭരണത്തിന്റെ തണലിൽ കഴിയാമെന്ന് പോലീസ് കരുതേണ്ടെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡിവൈഎസ്പി KL ജോൺകുട്ടിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് മാർച്ച് തടഞ്ഞത്. സമരത്തിൽ ബിജെപി പത്തനാപുരം നിയോജകമണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പട്ടാഴി അധ്യക്ഷനായിരുന്നു. ബിജെപി ജില്ലാ പ്രസിഡന്റ് വൈക്കൽ മധു, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി രാധാമണി, പുനലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ, എം വിജയൻ, ആർ രാജഗോപാൽ, എൻ വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. വിളക്കുടി ചന്ദ്രൻ, എൻ ഗോപകുമാർ, ഇടമൺ റെജി, വടമൺ ബിജു, സുനിൽ, എം തുളസീധരൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ലൈവ് വാർത്ത പുനലൂർ.